ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഷിപ്പിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഷിപ്പിൽ ആദ്യം തന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവരുടെ കൂടെ കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിരിക്കും ഷിപ്പിലെ ജോലിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക ആദ്യമായിട്ട് ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മെർച്ചൻ്റ് നേവി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മുടങ്ങാതെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അതിൽ ആദ്യം തന്നെ പറയാനുള്ളതാണ് പാസ്പോർട്ടിനെ കുറിച്ചിട്ട്. ഷിപ്പിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പാസ്പോർട്ട്. കാരണം നിങ്ങൾക്ക് സൈൻ ഓൺ സൈൻ ഓഫ് ഒക്കെ ചിലപ്പോൾ എബ്രോഡിൽ നിന്നായിരിക്കും നടക്കുക. അപ്പോൾ സൈൻ ഓൺ ചെയ്യുന്ന സമയത്ത് എബ്രോഡിലേക്ക് പോർട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലെ ലഭിക്കുന്നത്. അതിന് പാസ്പോർട്ട് മസ്റ്റായിട്ടും വേണ്ടേ. ഇനിയിപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സൈൻ ഓൺ ലഭിച്ചു എന്ന് കരുതുക. എന്നാൽ സൈൻ ഓഫ് ചെയ്യുന്ന സമയം ചിലപ്പം വേറെ ഏതെങ്കിലും നാട്ടിലുള്ള പോർട്ടിൽ നിന്നായിരിക്കും സൈൻ ഓഫ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ നാട്ടിലോട്ടേക്ക് വരുമ്പം പാസ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പം എന്തായാലും ഷിപ്പിൽ ജോലിക്ക് പോകുന്ന സമയത്ത് മസ്റ്റായിട്ടും പാസ്പോർട്ട് മറക്കാതെ എടുത്തു വെക്കണം. നെക്സ്റ്റ് വരുന്നത് സീമാൻ്റെ ഐഡന്റിറ്റി കാർഡാണ്. എന്താണെന്നല്ലേ? CDC, കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സീമാന് CDC എന്ന് പറയുന്നത്. ഒരു ഷിപ്പിൽ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും കയ്യിൽ കരുതേണ്ട ഒരു കാര്യമാണ് CDC. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു സീമാൻ്റെ ഐഡന്റിറ്റി കാർഡ് തന്നെയാണ്. ഈ CDCയിൽ നിങ്ങൾ ഏത് ഷിപ്പിലാണ് ജോയിൻ ചെയ്തത്, എത്ര ഷിപ്പ് സെയിൽ ചെയ്തു, ഏത് റാങ്കിൽ വർക്ക് ചെയ്തു, അതുപോലെ എപ്പോഴാണ് ഒരു ഷിപ്പിന് സൈൻ ഓൺ ആയത്, എപ്പോഴാണ് സൈൻ ഓഫ് ആയത്, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവുന്നത് ഈ ഒരു CDCയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു CDCയെ സീമാൻ്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് COC, സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി. ഇത് ട്രെയിനി ആയിട്ടുള്ള ഒരാൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. ഒരു ഓഫീസർ റാങ്കിലേക്കൊക്കെ ജോലി ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഈ ഒരു COC ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു COCയും ഷിപ്പിൽ കയറുന്ന സമയത്ത് മറക്കാതെ എടുക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് യെല്ലോ ഫീവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. പുറം രാജ്യത്തൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി ആഫ്രിക്കൻ സൈഡിലൊക്കെ സെയിൽ പോകുന്നവരാണെങ്കിൽ ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ടും എടുത്തിരിക്കണം. ഇത് നിങ്ങൾ ഷിപ്പിൽ കയറുന്നതിന് മുന്നെയാണ് ഈ ഒരു വാക്സിനേഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് മറക്കാതെ നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം. പിന്നെ വരുന്നത് നിങ്ങൾ പഠിച്ച കോഴ്സസിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ GP റൈറ്റിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ്. ഏതൊക്കെ കോഴ്സാണ് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്, ഇവയിൽ ഏത് കോഴ്സാണ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റും മറക്കാതെ നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് STCW കോഴ്സ് സർട്ടിഫിക്കറ്റ്. STCW കോഴ്സിൽ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആ കോഴ്സസിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ ഇൻഡോസ് സർട്ടിഫിക്കറ്റ്. അത് മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫയലിൽ കമ്പൽസറി ആയിട്ട് ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ ഇൻഡോസ് നമ്പർ ലഭിക്കുന്നത് STCW കോഴ്സ് ചെയ്യുന്ന സമയത്താണ്. അതറിയാത്തവരാണെങ്കിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള STCW കോഴ്സിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിനെ കുറിച്ചിട്ടും ഇൻഡോസ് നമ്പറിന്റെ വാല്യൂവിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഷിപ്പ് ഗ്യാസ് ടാങ്കറോ ഓയിൽ ടാങ്കറോ അല്ലെങ്കിൽ കെമിക്കൽ ടാങ്കറോ ആണെങ്കിൽ ഈ ടാങ്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ കൂടി നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു ചെയ്ത കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതണം. ഗ്യാസ് ടാങ്കർ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഓയിൽ ടാങ്കർ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കെമിക്കൽ ടാങ്കർ സർട്ടിഫിക്കറ്റ്. ഇതിൽ ഏത് കോഴ്സാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആ ഒരു കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ്, കമ്പനിയിൽ നിങ്ങൾക്ക് ആ ഒരു കോൺട്രാക്ട് ലഭിക്കുന്നതായിരിക്കും. ഷിപ്പിൽ കയറുന്നതിന് മുന്നേ എത്ര മാസമാണ് നിങ്ങളുടെ സെയിലിങ്ങിന്റെ കോൺട്രാക്ട് വരുന്നത്, അതുപോലെ എത്രയാണ് നിങ്ങളുടെ സാലറി, ഏതാണ് നിങ്ങളുടെ റാങ്ക്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ഫയല് കൂടി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കരുതിയിരിക്കണം. ഇനി ലാസ്റ്റ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് തന്നെ ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർട്ടിഫിക്കറ്റ് മറക്കാതെ നിങ്ങൾ കയ്യിൽ കരുതണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും അതുപോലെ ഫോട്ടോ കോപ്പിയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ ഒന്നുപോലും മിസ് ചെയ്യാതെ മസ്റ്റായിട്ട് എടുത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ ഡോക്യുമെന്റ്സ് എടുത്ത് വെക്കുന്നതിന് ഓരോന്ന് ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് കുറച്ചുകൂടി ഉപകാരമായിരിക്കും.
ഈ പറഞ്ഞ വീഡിയോ കുറച്ചുകൂടി യൂസ്ഫുൾ ആവുന്നത് ആദ്യമായിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്കായിരിക്കും. അവർക്കാണ് പ്രത്യേകിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാതെ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നത്. കാരണം എക്സ്പീരിയൻസ് ആയവർക്കാണെങ്കിൽ അവർക്കറിയാം ഏതൊക്കെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും മെർച്ചന്റ് നേവിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ, ഞാൻ അതും വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ മെർച്ചന്റ് നേവി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്